എതിർ സ്വരങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ഇടയിലും LDF, UDF മുന്നണികളിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനായി ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. തളിപ്പറമ്പിൽ PK ശ്യാമളയും പേരാവൂരിൽ KK ശൈലജയും തന്നെയാകും സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് M ആവശ്യപ്പെടുന്ന 13ാം സീറ്റ് നൽകാനാവില്ല എന്ന നിലപാടും പാർട്ടി ഇന്നും ആവർത്തിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചില സീറ്റുകളുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അതേസമയം UDF ക്യാമ്പ് ഏറെ നിർണായകമായി കണക്കാക്കുന്ന തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ M ലിജുവിനെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ലിജുവിന് മണ്ഡലത്തിൽ വിജയസാധ്യത കൂടുതലാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. K ബാബു മത്സരരംഗത്ത് നിന്ന് ഒഴിയുന്നതോടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ തൃപ്പൂണിത്തുറയിൽ നിർത്തണം എന്ന് നേരത്തെ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ തൃത്താലയിൽ BT ബൽറാമിനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെയും എതിർപ്പുകൾ ഉയരുന്നുണ്ട്. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ കഴമ്പുള്ളതാണോ? CPIMലും കുടുംബാധിപത്യം എന്ന വിമർശത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഗ്രൂപ്പ് പോരിൽ കഴിഞ്ഞ തവണ തൃത്താല കൈവിട്ട ബൽറാമിന് ഇക്കുറിയും പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കേണ്ടി വരുമോ? ആദ്യം കാണാം RDX റാപ്പ്. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ ഒരു വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം കണക്കിലെടുത്ത് ശ്യാമളയെ മാറ്റി MV ജയരാജനെ മണ്ഡലത്തിൽ പരിഗണിക്കണമെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PK ശ്യാമളയെ തന്നെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനമായത്. പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവും നേതൃത്വം അംഗീകരിച്ചു. കേരള കോൺഗ്രസ് M അവകാശപ്പെട്ടിരുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെയാകും സ്ഥാനാർത്ഥി. അതേസമയം ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറി R നാസറിന് സീറ്റ് ലഭിച്ചേക്കില്ല. കായംകുളത്തും U പ്രതിഭയെയും അരൂരിൽ ദലീമ ജോജോയെയും വീണ്ടും മത്സരിപ്പിക്കാനും തീരുമാനമായി. കോൺഗ്രസിലും സീറ്റ് വിഭജന ചർച്ചകൾ ചൂടുപിടിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ M ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് KPCC നീക്കം. അജയ് തറയിൽ, തമ്പി സുബ്രഹ്മണ്യം, ദീപക് ജോയ്, രാജു P നായർ തുടങ്ങിയ പേരുകളും മണ്ഡലത്തിൽ പരിഗണനയിലുണ്ട്. പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ VT ബൽറാമിനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമാണ് ബൽറാം പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് DCC ഭാരവാഹികളടക്കം 30ഓളം നേതാക്കൾ പ്രത്യേക യോഗവും ചേർന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. സീറ്റ് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ഇക്കാര്യം ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി ഇന്ന് പറഞ്ഞു. കുറ്റ്യാടിക്ക് പകരം കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലാണ് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നും ജോസ് കെ മാണി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കുറ്റ്യാടിയായിരുന്നു ഞങ്ങൾ മനസ്സിൽ കണ്ടത്, അതാണ് ഇല്ലാതെയായി പോയത്. അപ്പോൾ അവിടെ ഒരു സിറ്റിംഗ് MLA ഉണ്ട്. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള നീക്കുപോക്കുകൾ എന്താണെന്നുള്ളത് നോക്കാം എന്നുള്ളതാണ്. 13 പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതാണല്ലോ നമ്മുടെ ആവശ്യം. ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല എന്നും ചർച്ച തുടരുകയാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞു. മുന്നണിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നാളെ തന്നെ സ്ഥാനാർത്ഥികളെ പറയുമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണിയിൽ എല്ലാ പാർട്ടികളും വളരെ സംതൃപ്തമായ നിലയിലാണ് പ്രശ്നങ്ങളെ സമീപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഓരോ പാർട്ടിക്കും വിഭജിച്ച് നൽകിയ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായി പ്രഖ്യാപിക്കും. ഇതാണ് ഇതിനകത്ത് PK ശ്യാമള മത്സരിക്കാനുണ്ടാകില്ല, അല്ലെങ്കിൽ പാർട്ടി മാറ്റിയേക്കും എന്നൊരു വാർത്ത രാവിലെ വന്നിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അവർക്ക് കുലുക്കൊന്നുമില്ല. അവരെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കേൾക്കുന്നു. മറ്റ് ലിജുവിൻ്റെ അടക്കമുള്ള വിവരങ്ങൾ തൃപ്പൂണിത്തുറയിൽ ഇതെല്ലാം ഉണ്ട്. എന്താ തോന്നുന്നു? എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിക്കവാറും പല നേതാക്കന്മാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സംസാരിക്കുന്നതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രധാനമായും മത്സരം LDFും UDFും തന്നെ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. LDFും UDFും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം കടന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവർ ഇരുകൂട്ടരും LDF ആവട്ടെ UDF ആവട്ടെ ആരെയൊക്കെ MLAമാരാക്കാമെന്നോ ആരെയൊക്കെ ജയിപ്പിച്ചെടുക്കാമെന്നോ ഉള്ള ആലോചനയ്ക്കപ്പുറത്തേക്ക് മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. വലിയ ആത്മവിശ്വാസം ഈ ഇരു മുന്നണികളും പ്രകടമാക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു നിരാശയുടെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അത് സംഭാഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടാം. അതല്ല ആലോചന ഞാൻ നേരത്തെ പറഞ്ഞില്ല സനീഷ്, ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞില്ലേ, ഈ തുടലറ്റും പോയി പുഴ വറ്റിയും പോയാൽ പട്ടി കടിക്കുമോ എന്നുള്ള ചിന്തയിൽ നിന്നുള്ള ആലോചന. ആ ആലോചനയിലേക്കാണ്. അതായത്
മന്ത്രിസഭ നമ്മൾ രൂപീകരിച്ചാൽ ആരൊക്കെ മന്ത്രിമാർ എന്നുള്ളതിലേക്കാണ് രണ്ടുപേരും ഇപ്പോൾ രണ്ടു കൂട്ടരും LDF മാത്രമല്ല LDF-ഉം UDF ഇതേ ആലോചന പോകുന്നത്. UDF തന്നെ പ്രത്യേകിച്ച് ലീഗ് നേതൃത്വമൊക്കെ ആയി നമ്മൾ സംസാരിച്ചാൽ ഏതാണ്ട് അതിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത്ര ആത്മവിശ്വാസം, പിന്നെ നടപടികളും അതാണ് പറഞ്ഞത്, അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൗതുകകരമായ ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ ദിവസം. അതാണ് അവസ്ഥ. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും ചർച്ചയായത് PK ശ്യാമളയുടെ പേര് തന്നെയാണ്. അത് ആ മണ്ഡലത്തിൽ പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളത്, ആ മണ്ഡലത്തിൽ മറ്റാരുമില്ലേ പരിഗണിക്കാൻ എന്നൊക്കെയുള്ള ചർച്ച നമ്മളല്ല തുടങ്ങി വെക്കുന്നത്. അതെല്ലാം സോഷ്യൽ മീഡിയയിലെ ലെഫ്റ്റ് ഹാൻഡിലുകൾ തന്നെയാണ് ആ ചർച്ച തുടങ്ങി വെച്ചത്. ഇത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ തന്നെ, ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ CPM അനുകൂലികളോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലെ പ്രധാനികളോ ഒക്കെ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ പുറത്തുവിടുന്ന പട്ടിക വെച്ചിട്ട് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ചർച്ച നടത്തുകയോ ചെയ്തത് പാർട്ടി പട്ടിക പുറത്തുവിട്ടിട്ടില്ല എന്ന് ഉപദേശിക്കുന്നതും കണ്ടു. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? അവിടെ PK ശ്യാമള മത്സരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ? യോഗ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇപ്പം MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല. അതിനകത്ത് സംശയമില്ല. കാരണം പലപ്പോഴും ഇവരെ നമ്മൾ തന്നെ ഇന്നലെ നമ്മൾ തമ്മിലിരുന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട്. പല CPM നേതാക്കളും ഒക്കെ ഇവരുടെ, അല്ലെങ്കിൽ ഏത് കോൺഗ്രസ് നേതാക്കളൊക്കെ ആയിക്കോട്ടെ, ഇവരുടെ വിദ്യാർത്ഥി കാലയളവിൽ ആയിരിക്കും കണ്ടുമുട്ടുന്നുണ്ടാവുക. ഇവർ രണ്ടുപേരും സംഘടനാ പ്രവർത്തകരായിരിക്കും. ഇപ്പോൾ വയലാർ രവി മേഴ്സി രവിയെ കണ്ടുമുട്ടുന്നത് അങ്ങനെയാണല്ലോ. ഇവർ രണ്ടും രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവിടെ രാഷ്ട്രീയത്തിൽ വളർന്നു പോയതാരാണ്? വയലാർ രവിയാണ്. അങ്ങ് ഉന്നതങ്ങളിലേക്ക് പോയി. മേഴ്സി രവി ഒരു ഘട്ടത്തിൽ മത്സരിക്കാൻ ആലോചിക്കുമ്പോഴേക്ക് ഇത് വയലാർ രവിയുടെ ഭാര്യ ആയതുകൊണ്ടാണ് എന്ന് പറയുന്നതിനകത്തൊരു നീതികേടില്ലേ? ആ നീതികേട് ഒരു പരിധിവരെ അങ്ങനെ ഇത് ഭാര്യ ആയതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നതിനകത്തുണ്ടാകാം. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്, വാസ്തവവുമാണ്. അവിടെ വേറെയും പേരുകൾ ആലോചനയിലുണ്ടായിരുന്നു. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അതായത് ഇപ്പോൾ N സുകന്യയുടെ പേര് അവിടെ ആലോചനയിലുണ്ടായിരുന്നു. അങ്ങനെ പല പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരുകളിൽ നിന്ന് ഈ ഒരു പേരിലേക്ക് വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകരായിരിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ഇത്തരം ചർച്ചകൾക്കുള്ള ഒരു സാധ്യതയുണ്ടാവും അവിടെ. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഈ പേരിൻ്റെ കാര്യത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് CPM-ൻ്റെ ഒരു രീതി വെച്ചിട്ട് ഇത്രയും ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നത് കൊണ്ടും ഇതിലൊന്നും തിരുത്തലുണ്ടാവാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. പിന്നെ CPM ഞാൻ കരുതുന്നത് അവർ ഉറച്ച് വിജയിച്ചു. ഇപ്പോൾ ഷംസീറിൻ്റെ കാര്യത്തിലൊക്കെ ഈ സംശയം ഇങ്ങനെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഉറച്ച മണ്ഡലങ്ങളിലേക്ക് ആളുകളെ മാറ്റാം എന്നുള്ള ഒരു ആലോചനയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അന്തിമ പട്ടിക പുറത്തു വന്നാലേ ആ കാര്യത്തിൽ വ്യക്തതയോടെ പറയാൻ കഴിയൂ. അതായിരിക്കും അതിനൊരു സാധ്യത. അതായത് അത്രയേ ഉള്ളൂ, ഹർഷം പറഞ്ഞ കാര്യമുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും CPI ആണെങ്കിലും ഒക്കെ വൺസ് ഇത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് തെരഞ്ഞെടുപ്പ് അനൗൺസ് വന്ന് പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരം വിഷയങ്ങൾ നിൽക്കില്ല. അത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള കാര്യമായിരിക്കണം. അല്ലെങ്കിൽ അവിടങ്ങളിലേക്ക് ചുരുങ്ങും. 140 കേരളങ്ങളായിട്ട് അങ്ങ് ചുരുങ്ങുകയാണല്ലോ ചെയ്യുക. അവിടുത്തെ കാര്യങ്ങൾ അവിടെ അങ്ങ് പോരാട്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ചർച്ചകളൊന്നും അന്തരീക്ഷത്തിലുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിന് ഇന്ന സ്ഥലത്തൊരു കാരണം. ഇപ്പോൾ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വലിയൊരു വിഷയം സമീപത്തുണ്ടായല്ലോ. പയ്യന്നൂരിൽ അതൊരു വിഷയമായിരിക്കും എന്നല്ലാതെ ഇപ്പോൾ നമ്മളെല്ലാവരും സംസ്ഥാന തലത്തിൽ ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ എല്ലായിടത്തും. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടുത്തെ വിഷയമാണ്. ഓരോ സ്ഥലത്തും ഓരോരുത്തർ വിഷയങ്ങളാണ്. ഓരോ സ്ഥാനാർത്ഥികൾ തമ്മിലും ഓരോ രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലും ആ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ആ ധൈര്യം, ഇവരൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കടന്നല്ലേ, ആ ധൈര്യം അവർക്കുണ്ടാകും. അതായത് എന്ത് വിമർശനം വന്നാലും ഇത് തീരുമാനിച്ചവിടെ വെച്ചാൽ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വന്നാൽ പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിക്കോളും എന്ന കാര്യം അവർക്ക് അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ആലോചിച്ച് നോക്കിയാൽ അതിന് മുമ്പുള്ള ചർച്ചകൾ ഈ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയേ അല്ലാത്ത സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കാര്യമില്ല. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥി നിർണയം എന്നത് കേവലം പേര് നിശ്ചയിക്കലല്ല, മറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും അതോടൊപ്പം കനത്ത വെല്ലുവിളികളുടെയും ആകെത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിഷേധങ്ങളും ഈ ഘട്ടത്തിൽ മുന്നണികൾക്കകത്തും പുറത്തും ഉയർന്നു കേൾക്കുന്നതും. CPIM-നെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും അധികാരത്തിലെത്തി ചരിത്രം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ശക്തരായ സ്ഥാനാർത്ഥികൾ കളത്തിലിറക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. പേരാവൂർ പോലെ വർഷങ്ങളായി കൈവശമില്ലാത്ത മണ്ഡലത്തിൽ KK ശൈലജയെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും ഇതിനുദാഹരണമാണ്. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി വരുന്ന വിമർശനങ്ങൾ മാത്രമാണിതെന്നും അതിനെ ആ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ അടക്കം ചെയർപേഴ്സണും മറ്റുമായിരുന്ന അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആ നിലക്കുള്ള വിശദീകരണം കൊടുക്കാനാകുമെന്നാണ്
അവർ പാർട്ടി വിചാരിക്കുന്നുണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തരംഗത്തിന്റെ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന UDF-നും മുന്നണിയിലെ തർക്കങ്ങൾ തന്നെയാണ് കല്ലുകടിയായി തുടരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കരുത് എന്നാണ് പ്രവർത്തകർ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നത്. VT ബൽറാമിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്നവർ പറയുന്നതും ഇതാണ്. പക്ഷേ VT ബൽറാമിന് ആ നിലക്കുള്ള ശക്തിയും കരുത്തും അവിടെയുണ്ട്. മുന്നണിയിൽ വരുന്ന പ്രതിഷേധങ്ങളെയും എതിർ സ്വരങ്ങളെയും ഇരു നേതൃത്വവും എങ്ങനെ നേരിടും എന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ടത്.